വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊറിയയിലത്തെ ട്രഡീഷണൽ ഡ്രസ്സായ ഹൻബോക്ക് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞങ്ങൾ മൂന്നാളും ഉണ്ട്. അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ് എങ്ങനെ ഉണ്ടാവും എന്ന്. നമ്മൾ ഓൾറെഡി ഒരു ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമ്മൾ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അവിടുത്തെ പാലസിലും പോകണം. സോ ഇപ്പോൾ സമയം ഒരു 9:15 ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നല്ല വെയിലാണ്, ഇന്ന് നല്ല വെയിലാണ്. ഇന്നലെ ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നല്ല വെയിലാണ്, കാണിച്ചു തരാം. ഭയങ്കര വെയിൽ, കത്തി കത്തി ജ്വലിക്കുന്നു ഞാൻ. അത്രയും വെയിൽ കണ്ടോ ഗൈസ്, അത്രയും വെയിലാണെന്ന്. നമ്മളെ കയ്യൊക്കെ കണ്ടോ തിളങ്ങും വെയിലത്ത്. ഈ വെയിലത്തെ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങളൊരു 9-9:30 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി. എല്ലാവരും, ഞാൻ, സൊനാലി, ദിവ്യ, ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് ബസ്സിലാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ബസ് കയറി. ഈ കൊറിയയിലെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ബസ്സിലിരുന്ന് നമുക്ക് ബോറടിക്കില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്യണ വേ ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ വലിയ TV, അതേപോലെ എന്താ പറയുക, നിറയെ മരങ്ങൾ, ഒന്നല്ലെങ്കിൽ നല്ല ക്ലൗഡ്, അങ്ങനെ നമുക്ക് ബോറടിക്കാണ്ടെത്താം. പിന്നെ ബസ് ഭയങ്കര റഷ് ഫ്രീ ആണ് സബ്വേ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ബസ്സിലാണ് പോവാറ്. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ നമ്മുടെ പിങ്ക് ഹാൻബോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഹാൻബോക്ക് റെൻ്റൽ എടുത്തത്. എനിക്ക് കൊളാബാണ് കിട്ടിയത് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് അപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് വെയർ ചെയ്തു. എന്നിട്ട് അവിടുന്ന് അവർ തന്നെ നമുക്ക് എന്താ പറയുക, ഹെയർ ആക്സസറീസും ഹെയറൊക്കെ ചെയ്ത് തരും, ബാഗൊക്കെ തരും. അപ്പോൾ ലൈക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാൻഡ്ബോക്ക് ഷോപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കൊറിയയിലുള്ളവർക്ക് വേണ്ടി പറയാണ്. പിങ്ക് ഹാൻഡ്ബോക്ക് ഇസ് ലൈക്ക് എ ബെസ്റ്റ് പ്ലേസ്. ഞാൻ കൊളാബ് കിട്ടിയതുകൊണ്ട് പറയല്ല, ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് റേറ്റ് കമ്മിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചതാണ് പിങ്ക്. പിന്നെയാണ് അവർ ലൈക്ക് കൊളാബിനെ പറ്റിയൊക്കെ സംസാരിച്ചത്. സോ ഹെയറൊക്കെ ചെയ്തു. എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ലേ, ഇത് റീൽസിലൊക്കെ മാത്രം കണ്ട് അല്ലെങ്കിൽ സീരീസിൽ ഡ്രാമാസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഹാൻഡ്ബോക്ക് നമ്മൾ ഡയറക്റ്റ് വന്ന് സൗത്ത് കൊറിയയിൽ നിന്ന് വന്ന് ട്രൈ ചെയ്യാണ്. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് സോ ഗുഡ്. ഭയങ്കര ഒരു എക്സൈറ്റഡ് മൂമെൻ്റ് ആയിരുന്നു. ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും ഫോട്ടോസൊക്കെ എന്നൊക്കെ. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൻഡ് വെരി കംഫർട്ടബിൾ. പിന്നെ അതൊരു കുഴപ്പമെന്ന് പറഞ്ഞത് കുറച്ച് വെയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റിയില്ല. സോ ഈ ഒരു ദിവസം മഴ ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് തന്നെ കാണാം എത്ര പേരാണ് ഹാൻഡ്ബോക്ക് ഇട്ടിട്ട് ആ പാലസിലോട്ട് പോകുന്നതെന്ന്. സോ വെയിലൊന്നും വകയ്ക്കാണ്ട് ലൈക്ക് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളും പോയി. ഭയങ്കര വെയിലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറച്ചൊന്നും കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, നമുക്കത് ശീലമായി എന്നൊക്കെ. അപ്പോൾ ഇതിങ്ങനെയാണ് അവർ രാജാവിനെ വരവേൽക്കുന്ന ഒരു ചടങ്ങ്, അങ്ങനത്തെ ഒക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ കാണാനായിട്ട് പറ്റി. എന്നിട്ട് അവരിങ്ങനെ ഒരു റൗണ്ടൊക്കെ വെച്ച് അവിടെ വന്ന് നിൽക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അവരുടെ കൂടെ. അതിനു വേണ്ടി നോക്കുമ്പോൾ അതിനൊരു ക്യൂ. അങ്ങനെ രാജാവിൻ്റെ ഒപ്പം എടുക്കാൻ വേണ്ടി വലിയ ക്യൂ. ഇപ്പോൾ ഇങ്ങനെ ഈ കൊടിയൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഒപ്പം എടുക്കാൻ വേണ്ടി ചെറിയൊരു ക്യൂ ഉള്ളൂ. ഞങ്ങൾ ആ ചെറിയ ക്യൂവിൽ പോയി നിന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരായി ഫോട്ടോ എടുത്തു. അപ്പോൾ ഒരു ലേഡി ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, 3 പേർക്കും കൂടി ഞാനൊരു ഫോട്ടോ എടുത്ത് തരണോയെന്ന് ചോദിച്ചു. അപ്പോൾ ലൈക്ക് അത്രയും സ്വീറ്റാണ് ചില ആൾക്കാർ. ഞങ്ങൾ 3 ആളും കൂടിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വില്ലേജ് കണ്ടിട്ടുണ്ടാവും, ലൈക്ക് കൊറിയയുടെ ആ ഒരു തനതായ വില്ലേജിന്റെ പേരാണ് നിറയെ വീടുകൾ, ഹനോക്ക് വില്ലേജ്. അപ്പോൾ നെക്സ്റ്റ് അങ്ങോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ആ ഒരു പാലസ് ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് പറ്റില്ല. ഇതുപോലെ നിറയെ എന്താ പറയുക ബിൽഡിങ്, ഇപ്പോൾ നിങ്ങൾ ഈ നല്ലൊരു ആർക്കിടെക്ചർ ബിൽഡിങ് കണ്ടില്ലേ, ഇതുപോലെ ഒരു 4-5 സ്ഥലത്തുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കാനായിട്ടും ഇരിക്കാനായിട്ടും ഒക്കെ കുറച്ച് സ്ഥലമുണ്ട്. അല്ലാതെ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാനൊന്നും പറ്റില്ല. ഇനി ഞങ്ങൾക്കറിയാത്തതാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു പാലസിൻ്റെ തന്നെ വേറൊരു ഗേറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വില്ലേജിലോട്ടാണ്. അപ്പോൾ വില്ലേജിലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് നടന്നു പോയി. നല്ല രസമായിരുന്നു, നടക്കുന്ന വഴി നല്ല രസമായിരുന്നു. ചെറിയ വില്ലേജസ് ഫുള്ള്. പിന്നെ നിറയെ ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്റ്റോഴ്സ് നിറയെ ഉണ്ടായിരുന്നു, കഫേസ് നിറയെ ഉണ്ടായിരുന്നു, ഡ്രസ്സുകൾക്ക്, അങ്ങനെ നിറയെ വിൽപ്പനകളൊക്കെ നടക്കുന്നുണ്ട് 2 സൈഡിലും. പിന്നെ സൂപ്പർ ഡ്രൈ പോലത്തെ നല്ല നല്ല ബ്രാൻഡുകൾ, ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം, എല്ലാം അങ്ങനത്തെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ എന്ത് കഴിക്കും നോക്കി കുറേ നടന്നു. നമുക്ക് ചില സ്ഥലത്ത് മാത്രമേ ചിക്കൻ കിട്ടുള്ളൂ. ചിക്കൻ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ ഡൗട്ടായിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു ചിക്കൻ ഫ്രൈഡ് ചിക്കനാണ്, പക്ഷെ നമ്മുടെ പോലത്തെ ബ്രോസ്റ്റഡ് അല്ല, ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത് തന്നേക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡ് കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചിട്ട് ആ ക്ഷീണം ഞങ്ങളുടെയൊക്കെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം ഫുഡ് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബ്രോസ്റ്റ് പോലെ അത്ര അൺഹെൽത്തി അല്ല, പുറത്ത് നിറയെ കോട്ടിങ് ആയിട്ട് അങ്ങനെയല്ല, ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത് തന്നിരിക്കുകയാണ് ഒരു വേറെ സ്റ്റൈലിൽ. അപ്പം അത് കഴിച്ച് കുറച്ചും കൂടിയൊക്കെ നടന്നിട്ട് നമ്മൾ ലാസ്റ്റ് ബക്ചൻ വില്ലേജിലോട്ട് എത്തി. ഞാൻ ഇത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അവിടെ ഫുൾ നമുക്ക് ഇതുമാതിരി ഹൗസസ് ആണ്. എല്ലാവരും റോട്ടിലൊക്കെ നിന്ന് എന്നുവെച്ചാൽ ഈ ഹൗസസിൻ്റെ സ്റ്റെപ്സിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു. ഞങ്ങളും നിറയെ ഫോട്ടോസ് എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം പേര് അവിടെ ഈ ഒരു ഹൻബോക്ക് വെയർ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതേ ഹൻബോക്ക് വെയർ ചെയ്തുകൊണ്ടാണ് വില്ലേജിലോട്ടും പോയത്. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര കൗതുകം നമ്മളെ കാണുമ്പോൾ. ഞങ്ങൾ ചുമ്മാ ഒരു സ്റ്റെപ്സിലിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളോടൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ചില ആൾക്കാർ ചോദിക്കാണ്ട് പോലും ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ അങ്ങനെ ആയിപ്പോയി. അതിനുശേഷം ആ വില്ലേജൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ സ്റ്റാർബക്സിന് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ 30 minutes ആണ് അവർ ടൈം പറഞ്ഞത്. 30 minutes വേണം വെയിറ്റിംഗ് ടൈം. ഓക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബസ്സിലുള്ള യാത്ര ഒരിക്കലും ബോറിംഗ് ആവില്ല. സൗത്ത് കൊറിയയിൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി. ചുങ്ങാങ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാനൊരു കോഫി കുടിച്ചു. അപ്പോൾ എപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഹേസൽനട്ട് ലാറ്റെ. അത് തന്നെയാണ് ഇവിടുന്ന് വാങ്ങിയത്. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ഹാംബോക്ക് ആൻഡ് ദ പാലസ് വിസിറ്റ്, വില്ലേജ് വിസിറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ കണ്ടൻറ്റായിട്ട് ഞാൻ വീണ്ടും വരും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഭയങ്കര മോട്ടിവേഷനാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അതെല്ലാം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.